പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അന്ധവിശ്വാസങ്ങളെ, ബഹുദൈവാരാധനയെ, സത്യനിഷേധത്തെ, തോന്നിവാസങ്ങളെ, അജ്ഞതയെ എല്ലാം അന്ധകാരങ്ങൾ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശേഷിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ എതിരായിട്ടുള്ള ഏകദൈവ ആരാധന, സത്യവിശ്വാസം, ധാർമ്മികമായ ജീവിതം, വിജ്ഞാനം, അത് സ്വാഭാവികമായും വെളിച്ചവുമാണ്. പരിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 257 അല്ലാഹു സുബ്ഹാനഹു വ തആല ഇക്കാര്യം വ്യക്തമാക്കുന്നുണ്ട്. അല്ലാഹു പറയുന്നത്, അല്ലാഹു വലിയുല്ലദീന ആമനു, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളുടെ രക്ഷാധികാരിയാകുന്നു. യുഖ്രിജുഹും മിനൽ-ളുലുമാതി ഇലൻ-നൂർ, അന്ധകാരങ്ങളിൽ നിന്ന് അല്ലാഹു അവരെ പ്രകാശത്തിലേക്ക് കൊണ്ടുവരുന്നു. ശരിക്കും ശ്രദ്ധിക്കുക. അപ്പോൾ ബഹുദൈവാരാധന അടക്കമുള്ള എല്ലാ തിന്മകളെയും അല്ലാഹു പറയുന്നത് അത് ലുലുമാത്തുകളാണ്, ഇരുട്ടുകളാണ്, അന്ധകാരങ്ങളാണ്. അതിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ വിശ്വാസികളെ കൊണ്ടുവരുന്നത് ഇലന്നൂർ, പ്രകാശത്തിലേക്കാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസികളുടെ ദൗത്യം ഈ പ്രകാശത്തിലായിരിക്കുക, അതോടൊപ്പം ഈ പ്രകാശം സകല ജനങ്ങൾക്കും കൈമാറുക. ശ്രദ്ധിക്കുക, വിശ്വാസികളുടെ ദൗത്യം, എൻ്റെയും നിങ്ങളുടെയും ദൗത്യം, ഇവിടെ കൂടിയിരിക്കുന്ന ആളുകളുടെ ദൗത്യം, ഓരോ വിദ്യാർത്ഥികളുടെയും ദൗത്യം, മുസ്ലിം ഉമ്മത്തിലെ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ദൗത്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോടുള്ള സ്നേഹം കൊണ്ട്, കാരുണ്യം കൊണ്ട് ഏതൊരു പ്രകാശത്തിലേക്കാണോ നമ്മെ വിളിക്കുന്നത്, ആ പ്രകാശത്തിൻ്റെ വക്താക്കളാവുക, ഈ പ്രകാശം മറ്റുള്ളവർക്ക് കൈമാറുകയും ചെയ്യുക.